നമസ്കാരം, ഞാൻ വിനോദ്. പൈനീർ സ്റ്റഡീസിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റോമൻ നമ്പേഴ്സ് ആണ്. ചില PSC പരീക്ഷകൾക്കും മറ്റ് എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. റോമൻ അക്കങ്ങൾ രേഖപ്പെടുത്തുന്നത് 7 ചിഹ്നങ്ങൾ ഉപയോഗിച്ചാണ്. പ്രാഥമികമായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യം മനസ്സിലാക്കാം. കേട്ടോ, റോമൻ അക്കങ്ങൾ രേഖപ്പെടുത്തുന്നത് 7 ചിഹ്നങ്ങൾ ഉപയോഗിച്ചാണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. 1 എന്നുള്ള സംഖ്യ എഴുതണമെങ്കിൽ ഇതുണ്ട്, 1 L എന്നുള്ള ഇത് ചിഹ്നം തന്നെ, 1 തന്നെ. 5-നോ ഇതുണ്ടോ, V എന്നുള്ള ചിഹ്നം. 10-നോ X ഇതുണ്ടോ, ഗുണചിഹ്നമില്ലേ. 50-ന് L എന്നുള്ളതാണ്. 100-ന് C, 500-ന് D, 1000-ന് M. ഇത്രയൊന്ന് ഓർത്ത് വയ്ക്കാൻ എളുപ്പവഴി പറഞ്ഞു തരട്ടെ. കേട്ടോ, LCD M, LCD മോണിറ്റർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെ ഓർത്തിരിക്കാം. LCD മോണിറ്റർ. ഈ 1, 5, 10 ഒക്കെ നമുക്ക് അറിയാവുന്ന നേരത്തെ തന്നെ. 50-ന് L, LCD മോണിറ്റർ എന്ന് ഓർത്ത് വെച്ചാൽ L, C, D, M. L 50, C ആകുമ്പോൾ 100 ആയി, D ആകുമ്പോൾ അത് കഴിഞ്ഞിട്ട് 500, പിന്നെ 1000. ഇത്രയുണ്ട്. നമുക്ക് ഏകദേശം ഇതുണ്ട്. ഈ സംഖ്യകളൊക്കെ നമുക്ക് അങ്ങനെ റോമൻ അക്കത്തിൽ എഴുതാം. പിന്നെ നോക്കണം, റോമൻ ചിഹ്നം എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നുവോ അത്രയും പ്രാവശ്യം ആ സംഖ്യ കൂട്ടണം. അതെങ്ങനെയാണെന്ന് ഞാൻ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കി തരാം. ഒരു റോമൻ ചിഹ്നം 3-ൽ കൂടുതൽ ആവർത്തിക്കില്ല. 3 പ്രാവശ്യം വരെ എഴുതാവുള്ളൂ. അത് നമുക്ക് ഉദാഹരണം എഴുതും, എന്താണെന്ന് മനസ്സിലാവും. പിന്നെയോ V, L, D ഇവ ഒരിക്കലും ആവർത്തിക്കില്ല. മറ്റ് ചിഹ്നങ്ങൾ 3 പ്രാവശ്യം വരെ ആവർത്തിക്കാം. V, L, D, ഇവ ഒരിക്കലും ആവർത്തിക്കില്ല. ഒരു പ്രാവശ്യം എഴുതാൻ പറ്റുള്ളൂ. ഇവ ഒരു റോമൻ ചിഹ്നത്തിന്റെ ഇടതുഭാഗത്ത് വരികയും ഇല്ല. നമ്മൾ ഉദാഹരണം എഴുതുമ്പോൾ നമുക്കിതൊക്കെ മനസ്സിലാവും. നമുക്ക് ഉദാഹരണത്തിലേക്ക് പോവാം. നോക്കിയേ, 1 എഴുതുന്നത് എങ്ങനെയാ? ഇതുണ്ട്, 1-ന് ഇതുണ്ട്, ഈ ചിഹ്നം തന്നെ. അതിന് എളുപ്പം നമുക്ക്. അപ്പൊ 2-ന് എങ്ങനെയായിരിക്കും? ഇങ്ങനെ എഴുതിയാൽ 1, 1 അല്ലേ, 2 ഇങ്ങനെ എഴുതാം. 3-നോ അത് 3 ഇങ്ങനെ എഴുതാം. അപ്പൊ 4-ന് എങ്ങനെ എഴുതാം? ഇങ്ങനെ 4 ഒന്നിട്ട് വെച്ചാൽ ശരിയാവുമോ? ഇല്ല. ഇതുണ്ടോ, ഒരു റോമൻ ചിഹ്നം 3-ൽ കൂടുതൽ ആവർത്തിക്കില്ല. അപ്പൊ 3 വരെ എഴുതാം. 4-ന് നമ്മൾ എങ്ങനെ എഴുതാമെന്ന് അറിയാവോ? 4 ഏതിനോട് അടുത്ത സംഖ്യ? ഈ 5-നോട് അടുത്ത സംഖ്യയല്ലേ. അപ്പൊ ആദ്യം 5-ന്റെ ഈ ചിഹ്നം ഇട്ട് വെക്കണം. എന്നിട്ട് 5-ന്ന് 1 കുറവല്ലേ 4, ആ 1 ഇവിടെ എഴുതുക. അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഇത് നമുക്ക് അറിയാം, എന്നാൽ ഇത് വന്ന എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. 4 എന്നുള്ളത് ഇങ്ങനെ 3 ഒന്നിട്ട് വെക്കാൻ പറ്റില്ല. ഇങ്ങനെ 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 വെക്കാൻ പറ്റില്ല. അത് കാരണം എന്താ? ഒരു റോമൻ ചിഹ്നം 3-ൽ കൂടുതൽ പ്രാവശ്യം ആവർത്തിക്കില്ലല്ലോ. അപ്പൊ ഇതിങ്ങനെ എഴുതാൻ പറ്റില്ല. അതിന് വരെ എന്ത് ചെയ്യണം? 4 5-നോട് ഇതിലേത് സംഖ്യയോട് അടുത്താണ് ഇരിക്കുന്നത് ആ സംഖ്യ എന്ന് നോക്കിയിട്ട് നമ്മൾ ചെയ്യുന്നത്. 5-നോട് അടുത്തല്ലേ. അപ്പൊ 5 എഴുതിയിട്ട് 1 കുറവല്ലേ 4. അപ്പൊ 1 കുറവ് ഈ ഇടതുവശത്ത്, 1 കൂടുതലാണല്ലോ വലതുവശത്ത്. അതെങ്ങനെയാന്ന് പറഞ്ഞുതരാം. ഇപ്പൊ 5-ന്ന് 1 കുറവാണ് 4, അതുകൊണ്ട് ഇവിടെ 1 എഴുതി. അപ്പൊ നോക്കി 6 എങ്ങനെ എഴുതുന്ന നേരം? 5 ഇങ്ങനെ എഴുതി, 1 കൂടുതലല്ലേ 5-നേക്കാളും. അപ്പൊ ഇവിടെ 1 എഴുതി 6. നമ്മൾ സാധാരണ എഴുതുന്നതല്ലേ, അതെങ്ങനെ വന്നതെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇനി 7 എങ്ങനെ എഴുതും? 7 ആകുമ്പോൾ എങ്ങനെ എഴുതും? ഇവിടെ ഒരെണ്ണം എഴുതി, 7 എങ്ങനെ എഴുതും? 5-നോട് 2 കൂടുതലല്ലേ, 5 എഴുതുന്നു, പിന്നെ ഒരു 2 കൂടെ എഴുതുന്നു. അങ്ങനെ നമ്മൾ എഴുതാറുണ്ട് അല്ലേ. 8 എങ്ങനെ എഴുതും? 5-നോട് 3 കൂടുതലല്ലേ, 5 എഴുതിയിട്ട് ഒരു 3 കൂടെ എഴുതും. 9 അങ്ങനെ എഴുതാൻ പറ്റുമോ? 9 5 എഴുതിയിട്ട് 1 2 3 4 5 4 അല്ലേ 9. ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാ? 3 കൂടുതൽ പ്രാവശ്യം ആവർത്തിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ എഴുതണം. എങ്ങനെ? ഈ 9 എന്നുള്ള ഏതിനോട് അടുത്താന്ന് നോക്കണം. 10-നോട് അടുത്തല്ലേ. അപ്പൊ 10 എഴുതണം ആദ്യം. 9 എങ്ങനെ എഴുതണം? ആദ്യം 10 എഴുതിയിട്ട് 1 കുറവല്ലേ, അപ്പൊ ഇവിടെ 1 ഇങ്ങനെ എഴുതി അല്ലേ. അങ്ങനെ എഴുതി. ഇത് 7 8 9 എന്ന് ഇത് കേട്ടോ. 9 എന്നുള്ളത് 10 എഴുതിയിട്ട് 10-നേക്കാളും 1 കുറവല്ലേ 9, അത് ഇവിടെ എഴുതി. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. 7 എങ്ങനെ എഴുതുന്ന നേരം? ഇങ്ങനെ എഴുതി. 8 എങ്ങനെ എഴുതി? ഇങ്ങനെ എഴുതി. 9 എഴുതി എങ്ങനെയാ? ഇങ്ങനെയാണ് എഴുതുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി തന്നതാണ്. 7ഉം 8ഉം 9ഉം നമുക്ക് ഈ 1 5 10 50 100 500 1000 ഇതിനോട് അടുത്ത് ഏതാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ കുറവാണ് ഇടതുവശത്തേക്ക് എഴുതണം, കൂടുതലാണ് വലതുവശത്തേക്ക് എഴുതണം. 10-നേക്കാൾ 1 കുറവല്ലേ 9, അതുകൊണ്ട് 10 എഴുതിയിട്ട് ഇതിന്റെ ഇങ്ങോട്ട് 1 എഴുതുമ്പോൾ 9 ആയി. അങ്ങനെയാണ് 7 8 9 ഒക്കെ വന്നത്. ഇനി നമുക്ക് ഇവിടെ നോക്കാം. 10 എങ്ങനെയാ? 10-ന്റെ ഇനം ഇതല്ലേ, എളുപ്പമുണ്ട്. 20 എങ്ങനെ എഴുതും? 2 പ്രാവശ്യം 10ഉം 10ഉം അല്ലേ 20. അപ്പം 10 10 ഉണ്ട്. നോക്കിക്കേ, റോമൻ ചിഹ്നം എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നുവോ അത്രയും പ്രാവശ്യം കൂട്ടുക കേട്ടോ. 2 പ്രാവശ്യം ആവർത്തിക്കുന്നു, 10ഉം 10ഉം 20 ആയി കിട്ടി. അങ്ങനെയാ പറഞ്ഞത്. ഇത് 10 ഇത് 10 10ഉം 10ഉം എത്രയാ? 20. അങ്ങനെ കൂട്ടണമെന്നാണ് പറഞ്ഞത്. 30 എങ്ങനെയാ? 10 10 10 30ഉം കൂട്ടാം. 40 അങ്ങനെ കൂട്ടാൻ പറ്റുമോ? ഇല്ല, 3 കൂടുതൽ ആവർത്തിക്കരുതല്ലോ. അപ്പൊ 40 എങ്ങനെ എഴുതും?
40 ഇതിൽ ഏതിനോട് അടുത്താണ് സംഖ്യയാണ്? ഈ 50നോട് അടുത്തതല്ലേ? അപ്പൊ 50ന്റെ എന്നാണ്? എല്ലാണ്. എല്ലാം എഴുതി. എന്നിട്ട് ഈ 50ൽ നിന്ന് എത്ര കുറവാണ്? 40. 10 കുറവ്. 10ന്റെ ചിഹ്നമാണ് എക്സ്. ഇങ്ങനെ എഴുതാം കേട്ടോ. 50 50ൽ നിന്ന് 10 ഇവിടെ എഴുതി. 50ൽ നിന്ന് 10 കുറവാണ്, അത് 40 കിട്ടും എന്ന് പറയുക. അങ്ങനെ എഴുതിയാൽ മതി. 60 എങ്ങനെ എഴുതും? 50ൽ നിന്ന് 10 കൂടുതലല്ലേ? അപ്പൊ ആദ്യം നമ്മൾ എങ്ങനെ എഴുതണം? 50ന്റെ ചിഹ്നം എഴുതണം. 50ന്റെ എല്ലല്ലേ? 10 കൂടുതലാകുമ്പോൾ എങ്ങോട്ട് എഴുതണം? 10ന്റെ ചിഹ്നം ഇവിടെ എഴുതണം. അപ്പൊ 50 10 60 എന്നായി. 10 കുറവാണ് ഇടതുവശത്ത് എഴുതുക കേട്ടോ. 10 കുറവല്ലേ 40, അതുകൊണ്ട് ഇവിടെ എഴുതി. 10 കൂടുതലായതുകൊണ്ട് വലതുവശത്ത് എഴുതി. കൂടുതലാണ് വലതുവശത്ത്, കുറവാണ് ഇടതുവശത്ത് എഴുതുക. അതാണ്. അപ്പൊ 40 എഴുതി, 60 എഴുതി അല്ലേ? 50ന്റെ ചിഹ്നം നമുക്ക് ഇവിടെ ഉണ്ട്. ഏതാ? എല്ലാണ് അല്ലേ? എൽ. ഇനിയോ കേട്ടോ 100. 100ന്റെ ഏതാണ്? സി ആണ്. LCD. 50 100 500 1000. അതാണ് LCD എന്നുള്ളത്. 50 100 500 1000. 100 നോക്കിക്കേ, 100ന്റെ ഏതാണ്? സി ആണ്. അപ്പൊ 200ന്റെ എങ്ങനെയായിരിക്കും? 100ന്റെ കൂടെ 100 കൂടെ കൂടണല്ലേ? ഒരു സി എഴുതാം. 3 പ്രാവശ്യമല്ലേ എഴുതാൻ പറ്റുന്നത്? സി എഴുതി. 100ഉം ഇത് സി 100, ഈ സി 100, 100 100 200 ആയി. 300 ആകുമ്പോൾ എങ്ങനെ വരും? 3 സി വരെ എഴുതാം അല്ലെ? സി സി സി. 400ന് എങ്ങനെ എഴുതാൻ പറ്റുമോ? 3 കൂടുതൽ ആവർത്തിക്കരുത്. അപ്പൊ എന്ത് ചെയ്യണം? 400 ഇതിൽ ഏതിനോട് അടുത്തിരിക്കുന്നത്? 500ന് അടുത്തുള്ള സംഖ്യയല്ലേ? അപ്പം ഡി എഴുതിയിട്ട് എന്ത് എഴുതണം? 500നേക്കാൾ എത്ര കുറവാണ് 400? 100 കുറവല്ലേ? അപ്പൊ 100 കുറവ്. ആ 100ന്റെ ചിഹ്നം ഏതാ? സി. ആ സി എഴുതിയാൽ CD എന്ന് എഴുതി കഴിഞ്ഞാൽ എത്ര വായിക്കാൻ നേരം? സി ഇത് കണ്ടോ, 500 ആണ് ഡി. ഡിന്ന് 100 കുറവ്. സി അല്ലേ 100? അപ്പൊ എങ്ങനെ വായിക്കുന്നത്? 400 എന്ന് വായിക്കണം. 500 എങ്ങനെ എഴുതും? ഡി. ഡി ആണ് നമ്മൾ എഴുതിയിട്ടുണ്ട്. 1000 എങ്ങനെ എഴുതണം? എം ഉണ്ടോ? ഇത് 1000. 2000 എങ്ങനെ എഴുതണം? 2M എഴുതിയ 2000 ആയി അല്ലേ? അതെ. അതായി എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നു അത്രയും പ്രാവശ്യം സംഖ്യ കൂട്ടുക എന്നുള്ള 2 പ്രാവശ്യം ആവർത്തിച്ച് 2 പ്രാവശ്യം കൂട്ടിയ 1000 1000 2000. 3000 എങ്ങനെ എഴുതണം? 3M എഴുതണം. എം 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 3M. 3 കൂടുതൽ എഴുതല്ലേ അല്ലേ? 1000 2000 3000 എന്ന് സംഖ്യ കിട്ടി. ഇങ്ങനെയാണ് ഈ 3M തന്നാൽ എത്രയാണെന്ന് ചോദിച്ചാലും എഴുതാൻ നമുക്ക് 1000 2000 3000 അങ്ങനെ കൂട്ടിയിട്ട് 3000 എന്ന് എഴുതാൻ പറ്റും. ഇനി നോക്കിക്കേ, ഇത്രയൊക്കെ നമ്മൾ എഴുതി അല്ലേ? 400 എങ്ങനെ എഴുതാം? 400 ഇവിടെ എഴുതിയല്ലേ? CD 400 ഇവിടെ എഴുതിയിട്ടുണ്ട്. കാരണം 500 അടുത്ത് ഡി അല്ലേ? ഡി എഴുതിയിട്ട് ഇവിടെ ഒന്ന് എഴുതിയിട്ടില്ല, ഒന്നുകൂടെ എഴുതാം. ഡി ഒന്നുകൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അതിൽ നിന്ന് 100 കുറവാണ്. 100ന്റെ ഏതാ? സി ആണ്. ആ 100 ഇവിടെ കുറവെന്ന് എഴുതിയാൽ ഈ 500ൽ നിന്ന് 100 കുറച്ചാൽ എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്രയാ? ഇത് 100 ഇത് 500 പറഞ്ഞാൽ അതിന്റെ എങ്ങനെ വായിക്കണം? ഇടതുവശം എഴുതിയാൽ കുറയ്ക്കാന്നും വലതുവശം എഴുതിയാൽ കൂട്ടുകയും ചെയ്തോണം. 600 എങ്ങനെയാണ്? ഡി എഴുതിയിട്ട് ഇവിടെ സി എഴുതി കഴിഞ്ഞാൽ സി അല്ലേ 100? 500 100 600 എന്നാണ് ഇതിന്റെ ഉത്തരം എന്ന് ഓർത്തോണം. DC എന്ന് പറഞ്ഞാൽ എത്രയാ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ എത്ര എഴുതണം? ഡി എത്രയാ നമ്മൾ ഓർക്കണം. ഡി എത്രയാ? 500. സി എത്രയാ? 100. 500 100 600. ഇടതുവശമാണെങ്കിൽ കുറച്ചു, അത്രേ ഉള്ളൂ. 900 എങ്ങനെ എഴുതും നേരം? ഇതിൽ ഏതിനോട് അടുത്താണ് 900 നിൽക്കുന്നത്? 1000നോട് അടുത്ത്. അപ്പൊ ആദ്യം എം എഴുതണം. എന്നിട്ട് ഈ 1000നേക്കാൾ കൂടുതലോ കുറവോ? കുറവാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇടതുവശത്ത് എഴുതാം. അവിടെ എത്ര കുറവുണ്ട്? 100 കുറവ്. 100ന്റെ ഇതിന്റെ ഏതാ? സി. CM. അപ്പൊ ഇത് എത്രയാണ് വായിക്കണേ? M 1000, അതിൽ നിന്ന് സി എവിടെ എഴുതിയേക്കണം? അപ്പം സി 100. അപ്പൊ 1100 കുറയുമ്പോൾ 900 ആയി. ഇതാണ് റോമൻ ചിഹ്നത്തിന്റെ ഒരു രീതി. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇത് താഴെ എഴുതിക്കണുണ്ട്. MDക്ക് തുല്യം ഏത്? തിരിച്ചാ ചോദിച്ചേക്കണം. MDക്ക് M എത്രയാണ്? ഇതുണ്ടോ 1000. ഡി വലതുവശത്ത് എഴുതിയേക്കണം. ഡി എത്രയാണ്? ഡി 500. അപ്പോൾ എം എന്ന് വെച്ചാൽ എത്രയാണ്? 1000. വലതുവശത്ത് ഡി എഴുതിയുകൊണ്ട് 500 കൂട്ടണം അല്ലേ? പ്ലസ് 500 സമം എത്രയാണ്? 1500. ഇതാണ് റോമൻ അക്കങ്ങൾ. ഓർത്തിരിക്കാൻ LCD മോണിറ്ററിന് എഴുതാം. 50 100 500 1000. അത് ഉപയോഗിച്ച് കൊണ്ട് മറ്റു സംഖ്യകളൊക്കെ എഴുതാം. കുറവാണ് ഇടതുവശത്ത്, കൂടുതലാണ് വലതുവശത്ത്. ആ രീതിയിൽ എഴുതി ഇതൊന്ന് ഓർത്തിരിക്കുക. 3 പ്രാവശ്യം ആവർത്തിക്കുകയുള്ളൂ. 3 കൂടുതൽ ആവർത്തിക്കല്. പിന്നെ ഒരു റോമൻ ചിഹ്നം VLD ഒരിക്കലും ആവർത്തിക്കില്ല. അത് ഇടതുവശത്ത് വരികയുമില്ല. പിന്നെ എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നോ അത്രയും പ്രാവശ്യം കൂട്ടുക. കണ്ടോ, 3 പ്രാവശ്യം കൂട്ടിയ M 1000 അല്ലേ? 1000 2000 3000 അങ്ങനെ കൂട്ടുക. സി എന്ന് വെച്ചാൽ സി 100 അല്ലേ? 100 200 300 300 സംഖ്യ എഴുതാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങളത് മനസ്സിലാക്കി വയ്ക്കുക. പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഏവർക്കും നന്ദി.